പ്രശോഭേട്ടാ, എന്താ പ്രശോഭേട്ടാ? ഞാൻ ഉണങ്ങാനിട്ട തുണി എടുത്തിട്ട് വരെ ഇവിടുന്ന് പോകലെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. മോളെ 3:30 ഞാനായിട്ട് അറേഞ്ച് ചെയ്തൊരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ, അത് കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ഞാൻ കേട്ടോളാം. പ്ലീസ്. അത് പറ്റത്തില്ല. അത് അത്ര അത്യാവശ്യമായതുകൊണ്ടല്ലേ. ഞാനും അത്ര അത്യാവശ്യമുണ്ടല്ലേ പറഞ്ഞത്. സുരഭി, അതല്ലേ അതിന്റെ ശരി? അതല്ലേ അതിന്റെ ശരി? അതാണ് അതിന്റെ ന്യായം. സത്യം. നിന്നോട് ചോദിച്ചില്ല, അതുകൊള്ള അണ്ണിപ്പ ചോദിച്ചു. അങ്ങനെ പ്രശോഭേട്ടൻ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും നീ ഉത്തരം പറയുന്ന കണ്ട ഞാൻ ഇവിടെ ഞാൻ തീരുമാനിച്ചോളാം. ഫോൺ എടുക്കല്ല പ്രശോഭേട്ട, ഫോൺ എടുക്കല്ലെന്ന്. ഓഫീസിൽ നിന്നാ. അണ്ണ എടുക്കണ്ട, മീറ്റിംഗിലല്ലോ ആയിരിക്കും. കട്ട് ചെയ്ത്. ഹലോ, ഇതായെത്തി ഒരു 10 മിനിറ്റ്. പിന്നെ നിങ്ങൾ ആ മാർച്ച് മുതലുള്ള പേപ്പേഴ്സ് ഒക്കെ ഒന്ന് റെഡി ആയിട്ട് വെക്കണേ. ഓക്കെ ഓക്കെ, ശരി ശരി. ഇനി നീ കാര്യം പറ, വലിച്ചു നീട്ടരുത്, എനിക്ക് ഒട്ടും സമയമില്ല. പ്രശോഭേട്ട, ഞാൻ ആ ഡാൻസ് പറ. നമുക്ക് റൂമിൽ പോയി സംസാരിക്കാം. നീ എന്തോന്ന് കളിക്കണ ലക്ഷ്മി? എനിക്ക് അർജന്റായിട്ട് പോവാനുള്ളതാ. എന്തോന്നാടി വായും പിടിച്ച് ആകെ നോക്കി നിൽക്കുന്നത്? ഒരു ഔചിത്യ ബോധം ഇല്ലേ? ഭാര്യയും ഭർത്താവും സംസാരിക്കുകയാണ്, ഞാനൊന്ന് മാറിക്കൊടുക്കണം എന്നുള്ളത്. അതുകൊള്ള ഹോളിൽ ഇത്രയും സ്ഥലം കണ്ടിട്ട് ഇവിടെ ഞാൻ ഇരുന്നപ്പോ ഇവിടെ വന്ന് ഭാര്യയും ഭർത്താവോട് സംസാരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കും, നിങ്ങൾ ബെഡ്റൂമിൽ പോയി സംസാരിക്കണം, അല്ല ഇവിടെ നിന്നല്ല സംസാരിക്കേണ്ടത്, കേട്ടോ? എന്റെ പൊന്നു മോളെ സുരഭി, നീ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കുക. ഇനി ഇവളെയും കൊണ്ട് ഞാൻ മോളിൽ പോയി ഇത്രയും കാര്യം കേട്ടിട്ട് പോകുമ്പോ മീറ്റിംഗിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. മോളെ ചെല്ല്. ശരി, അണ്ണൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പോവാം. സംസാരിച്ചു. അതെന്താണെന്നറിയോ? പിന്നെ ഒരു കാര്യം, ഈ ഭാര്യയും ഭർത്താവും സംസാരിക്കുമ്പോഴേ ഈ ബെഡ്റൂമിലൊക്കെ വന്ന് ഇങ്ങനെ ഒളിഞ്ഞെന്ന് കേൾക്കുന്നില്ലേ, ആ സ്വഭാവം നല്ല ശരിയല്ല. അതൊന്ന് പറഞ്ഞു കൊടുക്കണേ അണ്ണ. ഇനി നിങ്ങൾ സംസാരിച്ചു. അവള് പോയി, കാര്യം പറ. അതെ, ഞാൻ ഇന്നലെ കുഞ്ഞിന്റെ ഒരു ഡാൻസിന്റെ പ്രോഗ്രാം കാര്യം പറഞ്ഞല്ലേ? ഏത് ഡാൻസ് പ്രോഗ്രാം? മറന്നോ? ലക്ഷ്മി, അവളെ സംബന്ധിക്കുന്ന കാര്യം നീ നോക്കിയും കണ്ടോ അങ്ങ് ചെയ്താ പോരെ? ഞാൻ ചെയ്യാം, അതിന്റെ കാര്യം പറയാനായിരുന്നു. വേറെ ഏതോ ജില്ലയിൽ വെച്ചിട്ടാ പ്രോഗ്രാം. എന്തോ വലിയ ഗ്രൗണ്ടിലാണെന്നും പിന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആണത്രേ. നീ എന്തോന്നൊക്കെ ലക്ഷ്മി പറയണത്? വേറെ ഏതോ ജില്ലയിൽ വെച്ച് എവിടെയോ വെച്ച് കളിക്കണ് ഒരു വലിയ ഗ്രൗണ്ട്. ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലല്ല. ക്ലാരിറ്റി വരുത്താൻ തന്നെ മോളുടെ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ചോദിച്ചറിഞ്ഞോളാം. പക്ഷെ ടീച്ചർ പറഞ്ഞേ അതിന് ഫീസായിട്ട് ഒരു 7000 രൂപ നമ്മൾ കൊടുക്കണം. അപ്പൊ ആ പൈസ എനിക്ക് അക്കൗണ്ടിലോട്ട് ഇട്ട് തന്ന പ്രശോഭേട്ടന്റെ ഈ ഭയങ്കര തിരക്കിന്റെ ഇടയിൽ ഞാൻ വെറുതെ വിളിച്ചിട്ട് ശല്യം ചെയ്യണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യും, ആദ്യം ഈ 7000 രൂപ നമ്മൾ കൊടുക്കുകയാണല്ലോ, ഇതിനൊരു ക്ലാരിറ്റി വരുന്നത്. എവിടെ വെച്ചാണ്, എന്തിനാണ് ഈ പ്രോഗ്രാം, എവിടെ വെച്ച് കളിക്കണം എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് നമുക്ക് 7000 കൊടുക്കാം. അതല്ലേ അതിന്റെ നല്ലത്? അപ്പൊ എന്നാ പിന്നെ ഞാൻ ചോദിക്കണം. പക്ഷെ നമ്മളാണല്ലോ 7000 കൊടുക്കണം. പൈസ എന്റെ അക്കൗണ്ടിലോട്ട് തന്നെ ഇടണം. അതെല്ലാം ഇട്ട് തരാം. ആദ്യം നീ ചോദിച്ചൊരു ക്ലാരിറ്റി വരുത്തും. ഓക്കെ. അത് ശരിയാണല്ലോ. എന്താന്നൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ പൈസ കൊടുക്കാൻ? എന്തായാലും പിങ്കി മോള് വരട്ടെ. കഴിയമ്മ ഇതിവിടെ ഉണ്ടാക്കിയത്. അയ്യോ, ഇതൊക്കെ നിങ്ങളൊക്കെ കഴിക്കുക എന്റെ പൊന്നുമക്കളായ എണ്ണപ്പലഹാരം. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്ക്. പലതും വേണ്ടെന്ന് വെച്ചിട്ടും തടിയൊന്നും കുറയുന്നില്ല. ഇതിപ്പോ ഇനി നീ എന്നെ നിർബന്ധിച്ച് തീറ്റിക്കാതെ. നല്ല സാധനം. നീ ചുമ്മാ പറഞ്ഞു കൊതി കയറ്റല്ലേ. മതി. ഓ, കൊള്ളാല്ലേ? കൊള്ളാമോ? കൊള്ളാം. ഇന്നത്തെ ചായ നല്ല ചായ. സത്യം. അതന്നെ. അതായത് നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ട് അത് കൊള്ളാന്ന് പറയുന്നതാണ് ഒരു പാചകക്കാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സംതൃപ്തി. അത് കറക്റ്റ്. അല്ലടാ, ലക്ഷ്മി എവിടെ? അവക്ക് ഈ നേരത്തെ ഒരു ചായ പതിവുള്ളതല്ലേ? ശരിയാണല്ലേ, അതെവിടെ പോയി? പ്രശോഭനെ അർജന്റായിട്ട് ഓഫീസിൽ പോയ സമയത്ത് ലക്ഷ്മി ചേച്ചി ഓടിച്ചിട്ട് പിടിക്കുന്നുണ്ട് കൊച്ചിന്റെ കാര്യം പറയാൻ വേണ്ടിട്ട്. എന്ത് കാര്യം? പ്രോഗ്രാമിന്റെ എന്തോ കാര്യമാണ്, ഡാൻസോ പ്രോഗ്രാം അങ്ങനെ. ചായ എടുക്കട്ടാ? ചായ ഒന്നും വേണ്ട മുത്തോങ്ങളെ. അയ്യോടാ അച്ഛമ്മ, ഗുഡ് ന്യൂസ് ഉണ്ട്. എന്തോ മക്കളെ? പറയട്ടെ? പിന്നെ എനിക്ക് സ്കൂളിലെ ഡാൻസ് പ്രോഗ്രാമിനില്ലേ സെലക്ഷൻ കിട്ടി.
തൃശ്ശൂർ വെച്ചിട്ടാണ് പ്രോഗ്രാം. അപ്പം അടുത്ത മാസം വലിയ പ്രോഗ്രാം ആണ്. അപ്പം അടുത്ത മാസം 15-നാണ് പ്രോഗ്രാം. മോളെ സ്കൂളിൽ നിന്ന് സെലക്ട് ചെയ്തു. ഞങ്ങളെ സ്കൂളിൽ നിന്ന് കുറച്ച് പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതിൽ ഞാനും ഉണ്ട്. വെരി ഗുഡ്. കണ്ട, അതാണ് നല്ല മിടുക്കി കുഞ്ഞുങ്ങളെ കേട്ടാ. താങ്ക് യു സുമ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.